നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേലിന് നേരെ ഹൂതികളുടെ ഒരു ആക്രമണം ഉണ്ടായത്. സമയം വൈകാതെ തന്നെ ഹൂതികൾക്ക് തിരിച്ചടി നൽകിയിരുന്നു ഇസ്രായേൽ. ഹൂതി കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഹൂതികളുടെ ശക്തി കേന്ദ്രമായ തുറമുഖങ്ങളിലും മറ്റും വലിയ ആക്രമണമാണ് അന്ന് ഇസ്രായേൽ തിരിച്ചടിയായി നൽകിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗോലാൻ കുന്നുകളിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. റോക്കറ്റ് ആക്രമണമാണ് നടന്നത്. 12 കുട്ടികളാണ് ഈ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റോക്കറ്റ് ആക്രമണത്തെ അതീവ ഗൗരവമായിട്ടാണ് ഇസ്രായേൽ സൈന്യവും അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടവും കണ്ടത്. കാരണം 12 കുട്ടികൾ ഒക്ടോബർ 7-ലെ ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഈ മരണത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മരണത്തിൻ്റെ കണക്കെടുത്താൽ എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ലെബണനിലേക്കാണ് ഇസ്രായേലിൻ്റെ ചൂണ്ടുവിരൽ നീണ്ടത്. ലെബണനിലാണ് ഈ ഹിസ്ബുള്ള തീവ്രവാദികളുടെ കേന്ദ്രം എന്ന് നമുക്കറിയാം. ഹിസ്ബുള്ള തീവ്രവാദികൾ ഈ ഷിയ മുസ്ലിങ്ങളുടെ ഒരു തീവ്രവാദ സംഘടനയാണ്. അവരെപ്പോഴും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ് എന്ന് തന്നെ പറയാം. കാരണം ഹമാസിനെ ഏതാണ്ട് ഒരുവിധം തീർത്തു വരികയാണ് ഇസ്രായേലിൻ്റെ സൈന്യം. പല ഭാഗങ്ങളിലും ഗാസയിലും അതിനപ്പുറവുമൊക്കെ കടന്നു കയറി ഹമാസിൻ്റെ ഭീകര കേന്ദ്രങ്ങളെ ഓരോന്നോരോന്നായി ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ആയിരക്കണക്കിന് നിരപരാധികളും ഇതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഒക്ടോബറിലെ ഭീകരാക്രമണം, ഒക്ടോബർ 7-ാം തീയതി നടന്ന ഭീകരാക്രമണം, അത് വളരെ വലിയൊരു ഭീകരാക്രമണം തന്നെയായിരുന്നു. ഇസ്രായേലിനെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണം തന്നെയായിരുന്നു. ഏതൊരു രാജ്യത്തെയും തിരിച്ചടിക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ആക്രമണം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യം നൽകിയെന്ന് മാത്രമല്ല, ദിവസങ്ങളോളം നീണ്ടു നിന്ന ആക്രമണത്തിലൂടെ ഹമാസ് ഏതാണ്ട് അറ്റം പറ്റി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹമാസിനെ രക്ഷിക്കാനായി ഇത്തരത്തിലുള്ള ചില ആക്രമണങ്ങൾ ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ നടത്തുന്നുണ്ട്. ഹിസ്ബുള്ളയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഉടൻ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ള ഇതിന് കനത്ത വില നൽകേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹിസ്ബുള്ള ഇത് അംഗീകരിക്കുന്നില്ല. ഈ റോക്കറ്റ് ആക്രമണവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഹിസ്ബുള്ള ഉടൻ തന്നെ രംഗത്ത് വന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇസ്രായേലിൻ്റെ പക്കൽ തെളിവുകളുണ്ട്. ഈ റോക്കറ്റ് എവിടെ നിന്നാണ് വന്നത് എന്നവർക്ക് കൃത്യമായി അറിയാം. ഏത് ഭാഗത്ത് നിന്നാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്, ആ ഭാഗത്തേക്ക് ആക്രമണം നടത്താനുള്ള എല്ലാ കരുത്തും ഇസ്രായേലിനുണ്ട്. വലിയൊരു റോക്കറ്റ് ആക്രമണമാണ് നടന്നത്. ഈ റോക്കറ്റ് ആക്രമണം ഏതാണ്ട് ഒരു പരിധി വരെ ഇസ്രായേലിൻ്റെ അയൺ ഡോം തടഞ്ഞു നിർത്തി. പക്ഷേ താഴേക്ക് പതിച്ച ഒരു റോക്കറ്റ് അത് 12 കുട്ടികളുടെ ജീവൻ എടുക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഗോലാൻ കുന്നുകളിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഗോലാൻ കുന്ന് ഏതാണ്ട് ഈ ഇസ്രായേലിൻ്റെയും സിറിയയുടെയും അധീനതയിലുള്ള ഒരു പ്രദേശമാണ്. ഇതിൻ്റെ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ അധീനതയിലാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഭാഗത്താണ് ഈ റോക്കറ്റ് ആക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അതിനെ ഗൗരവമായി എടുക്കുന്നു. മുന്നറിയിപ്പ് ഉടൻ തന്നെ നൽകുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു. അതിന് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തിരിച്ചടി നടന്നും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ശനിയാഴ്ച രാത്രിയോടുകൂടി ആക്രമണം നടക്കുന്നു. ആ രാത്രി തന്നെ ഇസ്രായേൽ തിരിച്ച് അടിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് തിരിച്ചടി നടത്തിയിട്ടുള്ളത്. എന്തായാലും ലെബനനിൽ നിന്നും അതുപോലെ തന്നെ സിറിയയിലെ ഹൂതികളിൽ നിന്നുമൊക്കെ ഒരേ സമയം ഇസ്രായേൽ ഇപ്പോൾ ആക്രമണത്തിനിരയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇസ്രായേൽ പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാനും ഇസ്രായേലിനെ ഹമാസിനെ രക്ഷിക്കാനുമുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ കൗണ്ടർ അറ്റാക്കിനെ കാണുന്നത്. എന്തായാലും ഏതു ഭാഗത്ത് നിന്ന് മിസൈൽ വന്നാലും ആ ഭാഗത്തേക്ക് സമയം വൈകാതെ തിരിച്ചടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.